എനിക്ക് ഒട്ടും ക്ഷമയില്ല. എൻ്റെ കാര്യമല്ല, സാധാരണ ചില ആൾക്കാർ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്, ഒട്ടും ക്ഷമയില്ല. ക്ഷമ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിലുണ്ടാകും. കുറച്ചുകൂടി ക്ഷമയുണ്ടായിരുന്നെങ്കിൽ ജീവിതം ഇത്തിരി കൂടി മെച്ചപ്പെട്ടനെ എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ക്ഷമ പരിശീലിക്കാൻ ഒരു മികച്ച കലയുണ്ട്. അതെന്താ പരിപാടി എന്നറിയുമോ? പാചകം. ഒരു ചായ പോലും വിട്ട് കുടിക്കാത്തവർ പഠനത്തിനോ ജോലിക്കോ വേണ്ടി ദൂരദേശങ്ങളിൽ പോയാൽ ഒറ്റയ്ക്ക് ചോറും കറിയും ഒക്കെ വെച്ച് കഴിക്കുന്നത് നമ്മൾ കാണാം. അങ്ങനെ അപൂർവമുള്ള കാഴ്ച പലയിടങ്ങളിലും കാണാൻ പറ്റും. ഈ പറഞ്ഞ ആളുകൾ അവധിക്ക് നാട്ടിലെത്തിയാൽ ചിക്കൻ കറിയിൽ ഏലക്കായ ചേർത്ത ഇത്തിരി നന്നായിരിക്കും, കുറച്ചുകൂടി വേവ് വേണമെന്നേ ഉള്ളൂ എന്നീ അഭിപ്രായങ്ങൾ കൊണ്ട് നമ്മളെ ഞെട്ടിച്ചെന്ന് വരും, നമ്മൾ അമ്പരന്ന് പോവുകയും ചെയ്യും. പാചകം ഒരു കലയാണെന്ന് മാത്രമല്ല, അതിൻ്റെ താളം കിട്ടിയില്ലെങ്കിൽ അത് ഭാരിച്ച ജോലിയായി മാറുകയും ചെയ്യും. പാചകം മാത്രമല്ല, പാചകം ഒരു കലയാണ്. അതിനകത്ത് നമ്മളൊരു കലാകാരൻ അല്ലേ? നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമായി നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണത്തെ നമ്മൾ കാണണം. ക്ഷമയും സാവകാശവുമുള്ള ദിവസങ്ങളിൽ നന്നാവുകയും അല്ലാത്ത ദിവസങ്ങളിൽ അത് മിക്കവാറും കുളമായി പോവുകയും ചെയ്യും. അതാണ് പാചകത്തിൻ്റെ ഒരു പ്രത്യേകത. പാചകവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ദോശ ചുടുന്ന പോലെ എളുപ്പമല്ല ഇത് കേട്ടോ എന്നൊക്കെ നമ്മൾ ദിവസേന സംസാരിക്കും. എന്നാൽ ദോശ ചുടുന്ന പോലെ അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദോശ ചുടുന്നതും എളുപ്പമല്ല എന്നുള്ളത്. ഷേപ്പ് മാറാത്ത ഒരു ദോശ, അതായത് കുമ്പളകൾ പോലെ ഇങ്ങനെ ദോശ പൊട്ടി പൊട്ടി വരുമ്പോഴേ ആ കുമ്പളയും നഷ്ടപ്പെടാതെ ചൂടാറാതെ നല്ലൊരു ദോശ ചുട്ടെടുത്ത ആൾക്കാർ കൊടുക്കുന്നത് അതത്ര എളുപ്പമുള്ള പണിയല്ല. ഒരിക്കലെങ്കിലും ദോശക്കല്ലിന് മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകും. തിളച്ച വെള്ളത്തിലേക്ക് ചായപ്പൊടിയും കുറച്ച് ഏലക്കായും ഇഞ്ചിയും പാലും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് മനസ്സറിഞ്ഞുണ്ടാക്കുന്ന ഒരു ചായക്ക് തന്നെ എന്താ ടേസ്റ്റ്! ജീവിതത്തിലെല്ലാം കുറച്ചുകൂടി ക്ഷമയോടെ നിങ്ങൾ ചെയ്തു നോക്കൂ. എല്ലാറ്റിനും പ്രതീക്ഷിക്കാത്ത ഒരു രുചി ഉണ്ടാകും, ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ക്ഷമ വേണം. ചില ആൾക്കാർക്ക് ക്ഷമയില്ലാതായി പോവും. പക്ഷേ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് പലതും, ഈ പാചകം മാത്രമല്ല പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്താണ്? ക്ഷമ, അഥവാ പേഷ്യൻസ്. ബി പേഷ്യൻ്റ് ആൾവേസ്. രോഗിയായിരിക്കണമെന്നല്ല, ക്ഷമയോടെ കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.